തണുപ്പുള്ള കാലാവസ്ഥയിലും പേടി തോന്നുമ്പോഴും മാത്രമല്ല, ബാക്ടീരിയയോ വൈറസോ മൂലം അണുബാധ ഉണ്ടാകുമ്പോഴും രക്തത്തിലെ ഷുഗറിന്റെ അളവ് കുറയുമ്പോഴുമെല്ലാം നമ്മുടെ ശരീരം കിടുകിട വിറയ്ക്കാറുണ്ട്. ശരീരത്തിലെ ഓരോ പ്രവർത്തനവും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്ന തലച്ചോറാണ് ഇതിന് കാരണക്കാരൻ. ശരീര താപനില കുറഞ്ഞാൽ അത് പരിഹരിക്കാനാണ് മിക്കപ്പോഴും തലച്ചോർ ഈ വിറയൽ വിദ്യ പ്രയോഗിക്കുന്നത്. ദേഹത്തെ പേശികൾ അതിവേഗം സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നതാണ് വിറയലായി നമുക്ക് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് താടിയിലെയും കൈകാലുകളിലെയും മസിലുകൾ. പേശികൾ വിറയ്ക്കുമ്പോൾ ചൂടുണ്ടാകും. വിറയ്ക്കാതിരുന്നാൽ ശരീരം ഹൈപ്പോതെർമിയ എന്ന അവസ്ഥയിൽ ആയി പോകാൻ സാധ്യതയുണ്ട്. ഉണ്ടാകുന്നതിനേക്കാൾ വേഗത്തിൽ ശരീരത്തിൽ നിന്ന് ചൂട് നഷ്ടപ്പെടുന്ന അവസ്ഥയാണിത്. മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് 35 ഡിഗ്രിയിലും താഴെയായാൽ ഹൈപ്പോതെർമിയ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം. ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശരീരത്തിന് നൽകുന്ന ഫസ്റ്റ് എയ്ഡ് ആണ് വിറയൽ. എന്നാൽ വിറച്ചാൽ ശരീരത്തിന്റെ താപനില ഒറ്റയടിക്ക് കൂടും എന്ന് പറയാനാകില്ല. മണിക്കൂറിൽ പരമാവധി 1 ഡിഗ്രി സെൽഷ്യസ് താപനില മാത്രമേ വിറച്ച് ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാനാകൂ. ഇനി പേടിച്ച് വിറയ്ക്കുന്നതിന്റെ രഹസ്യം നോക്കാം. വല്ലാതെ പേടിയോ ആശങ്കയോ ഒക്കെ തോന്നുമ്പോൾ തലച്ചോർ ഒരു ഹോർമോൺ പുറപ്പെടുവിക്കും, അഡ്രിനാലിൻ. ഫൈറ്റ് ചെയ്യാനോ ഓടി രക്ഷപ്പെടാനോ മസിലുകളെ റെഡിയാക്കുകയാണ് ഇതിന്റെ ഡ്യൂട്ടി. അഡ്രിനാലിൻ നേരെ മസിലുകളുടെ എനർജി കൂട്ടി വിറപ്പിച്ചു തുടങ്ങും. ശരീരത്തിന്റെ ഈ കിടുകിട വിറയ്ക്കുന്ന വിദ്യ നമ്മുടെ കൺട്രോളിലേ അല്ല. അതുകൊണ്ട് കാരണം മനസ്സിലാക്കി പരിഹരിക്കുകയേ വഴിയുള്ളൂ. അന്തരീക്ഷത്തിലെ തണുപ്പ് കാരണമുള്ള വിറയൽ തീ കാഞ്ഞോ കട്ടിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചോ പരിഹരിക്കാം. ശരീരം രോഗാണുക്കളെ തുരത്താൻ നടത്തുന്ന പോരാട്ടത്തിന്റെ ഭാഗമാണ് പനിയോ മറ്റോ വരുമ്പോഴുള്ള വിറയൽ. വിശ്രമിച്ചും മരുന്ന് കഴിച്ചും അത് മാറ്റാം. രക്തത്തിലെ ഷുഗർ കുറഞ്ഞുണ്ടാകുന്ന വിറയൽ മാറ്റാൻ ഭക്ഷണമാണ് മരുന്ന്. മനസ്സിനെയും ശരീരത്തിനെയും സ്വസ്ഥമാക്കുകയാണ് പേടിച്ചു വിറയ്ക്കുന്നതിനുള്ള പ്രതിവിധി.